നമ്മൾ നിയമാവർത്തന പുസ്തകത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒത്തിരി ആവർത്തനം അതിൽ കയറി വരുന്നത് പോലെ നമുക്ക് തോന്നും. ബൈബിൾ വളരെ സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ ആയിരിക്കെ പിന്നെ എന്തിനാണ് ഇതൊക്കെ ആവർത്തിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതായത് രണ്ട് കാര്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, പിന്നിലേക്ക് നോക്കുന്നു മോശ. രണ്ട്, മുന്നിലേക്ക് നോക്കുന്നു. എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ പുസ്തകം അവസാനിക്കുന്നത് ഒരു മോവാബ് സമതലം, അതായത് കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയായി. ഇനിയിപ്പോൾ ജോർദാൻ കടന്നാൽ കാനാൻ ദേശമാണ്. അപ്പോൾ വെക്കുന്നതിന് മുമ്പ് മോശ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നിയമാവർത്തന പുസ്തകം. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്നത് പുതിയ ജനറേഷനാണ്. തങ്ങൾക്ക് അപരിചിതമായ, പ്രത്യേകിച്ച് വിഗ്രഹാരാധനയുള്ള ഒരുപാട് തിന്മകളുള്ളൊരു ദേശത്തേക്ക് കടക്കുമ്പോൾ ആ ദേശം കീഴടക്കാൻ മോശ നൽകുന്ന ഇൻസ്ട്രക്ഷൻസാണിത്. ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ മിലിറ്ററി പ്രാക്ടീസ് അല്ല കൊടുക്കുന്നത്, കാറ്റക്കിസമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ഇന്ന് എന്തുമാത്രം പ്രായോഗിക വായനയുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ മൈഗ്രേഷൻ വളരെ വർദ്ധിക്കുന്ന ഒരു കാലത്ത് കുട്ടികളെല്ലാം പല സ്ഥലത്തേക്ക്, പുതിയ രാജ്യങ്ങളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാരേറ്റീവും നമ്മുടെ സ്റ്റോറിയും പ്രധാനമല്ലാന്ന് കരുതുന്ന വേറൊരു സ്റ്റോറിയിൽ ജീവിക്കുന്ന ഒരു ജനത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ സ്റ്റോറി നന്നായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നിയമാവർത്തന പുസ്തകം.